ചില ദിവസങ്ങൾക്ക് മുന്നമേ ഒരു കർത്താവിൻ്റെ ദാസൻ എഴുതിയ യേശു എൻ്റെ കപ്പലിൽ എന്ന് പറയുന്ന ഒരു പുസ്തകം ഞാനിങ്ങനെ വായിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ആ പുസ്തകത്തിൻ്റെ അകത്ത് സാമുവേൽ എന്ന് പറയുന്ന ആ ദൈവഭൃത്യൻ തൻ്റെ ആ രചനയിൽ താൻ കോറിയിട്ട ചില അനുഭവ സാക്ഷ്യങ്ങളിൽ ഒന്ന് എൻ്റെ പ്രിയമുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ കർത്താവിൽ താല്പര്യപ്പെടുകയാണ്. ഒരുപക്ഷെ നിങ്ങളിൽ ചിലരെങ്കിലും ആ പുസ്തകം വായിച്ചിട്ടുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ വായിച്ചിട്ടില്ലാത്തവരായിരിക്കാം. എന്തു തന്നെയായാലും ഇന്ന് പകലിൽ ആ വചനങ്ങളിലൂടെ, ആ സാക്ഷ്യത്തിലൂടെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കാൻ പോവുകയാണ്. 1970കളുടെ ആരംഭത്തിൽ താൻ ഒരു കപ്പലിലെ റേഡിയോ ഓപ്പറേറ്ററായിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു. തൻ്റെ വിവാഹത്തിന് അനന്തരം MV വിശ്വജയ് എന്ന് പറയുന്ന ഒരു കപ്പലിൽ, മുംബൈയിൽ നങ്കൂരമിട്ട് കിടക്കുന്ന ഒരു കപ്പലിൽ താനും തൻ്റെ ഭാര്യയും താനായിരിക്കുകയാണ്. ആ കാലഘട്ടങ്ങളിൽ 80-100 കപ്പലുകളൊക്കെ ആ മുംബൈ തുറമുഖത്ത് ഇങ്ങനെ നങ്കൂരമിട്ട് കിടക്കുമായിരുന്നു എന്നാണ് ലേഖകർത്താവ് അവിടെ വിവരിക്കുന്നത്. അങ്ങനെ ഈ കപ്പലിൽ താൻ അനേക ദിവസങ്ങൾ നങ്കൂരമിട്ട് കിടക്കുന്ന ആ കപ്പലിൽ താൻ ഭാര്യയോടൊപ്പം ആയിരിക്കുകയാണ്. എന്നാൽ ചില മാസങ്ങൾക്ക് ശേഷം തനിക്കൊരു വാർത്ത തൻ്റെ കാതിൽ ഇങ്ങനെ എത്തി. MV ചന്ദ്രഗുപ്ത ജയന്തി എന്ന് പറയുന്ന ഒരു കപ്പലിൽ ഒരു റേഡിയോ ഓഫീസറുടെ ഒരു വേക്കൻസി ഉണ്ട്, ഒരു ഒഴിവുണ്ട്. അപ്പോൾ തനിക്കൊരു ശുപാർശ ഒക്കെ കിട്ടി. ആ ശുപാർശയുമായിട്ട് തന്നോട് പറഞ്ഞ ആ കത്തുമായി ചെന്ന് ഇന്ന ദിവസം ജോയിൻ ചെയ്യുവാൻ പറഞ്ഞ ഒരു ഡേറ്റും തനിക്ക് നൽകി. അങ്ങനെ വളരെ സന്തോഷത്തോടെ താൻ ആ ലഭിച്ച ജോലിക്ക് വേണ്ടി തൻ്റെ ബാഗൊക്കെ ആയിട്ട് കയറുവാൻ വേണ്ടി, ആ ജോലിക്ക് കയറുവാൻ വേണ്ടി താൻ ചെന്നപ്പോൾ താൻ കേട്ട വാർത്ത വളരെ ഖേദകരമായിരുന്നു. താൻ കേട്ട വാർത്ത ഇതാണ്: തന്നേക്കാൾ പിടിപാടുള്ള, തന്നേക്കാൾ ബന്ധമുള്ള, മറ്റ് ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധമുള്ള ഒരു വ്യക്തി മറ്റാരുടെയോ ശുപാർശ മുഖേന ആ ജോലിക്ക് കയറിയിരിക്കുന്നു. വളരെ വിഷമമായി പോയി. കാരണം പ്രതീക്ഷിച്ച ആശയോടെ വന്നിട്ട് പ്രതീക്ഷയ്ക്ക് വിപരീതമായി കാര്യങ്ങൾ തകിടം മറിഞ്ഞപ്പോൾ നിരാശയായി. എങ്കിലും താൻ മടങ്ങി തന്നോട് ആ ഉന്നത ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞതനുസരിച്ച് താൻ വീണ്ടും MV വിശ്വജയ് എന്ന് പറയുന്ന ഈ കപ്പലിലേക്ക് മടങ്ങി വരുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ചില നാളുകൾക്ക് ശേഷം ഇവരുടെ കപ്പൽ മുംബൈയിൽ നിന്ന് കൊച്ചി തുറമുഖം വഴി വന്ന് കൊച്ചിയിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്രയാകുകയാണ്. അങ്ങനെ മുംബൈയിൽ നിന്ന് കൊച്ചി വന്നു. കൊച്ചിയിൽ നിന്ന് യാത്ര പുറപ്പെടുവാൻ വേണ്ടി ഇങ്ങനെ കാത്തു കിടക്കുന്ന സമയം പെട്ടെന്ന് ഒരു വാർത്ത താനായിരിക്കുന്ന കപ്പലിലും ഒക്കെ വരികയാണ്. ആ വാർത്ത മറ്റൊന്നും ആയിരുന്നില്ല, അത് ഇന്ത്യൻ നാവികസേനയെ വളരെ വിഷമിപ്പിക്കുന്ന ഒരു വാർത്തയായിരുന്നു. വാർത്ത അത് MV ചന്ദ്രഗുപ്ത എന്ന് പറയുന്ന താൻ പുറപ്പെടേണ്ടിയിരുന്ന ആ കപ്പൽ ജപ്പാന് ഏകദേശം 800 നോട്ടിക്കൽ മൈൽ അപ്പുറം അതേ പസഫിക് സമുദ്രത്തിന്റെ ആഴത്തിൽ എന്നേക്കുമായി ആണ്ടുപോയി എന്നൊരു വാർത്തയാണ് തൻ്റെ കാതിൽ വന്നത്. അപ്പോൾ താൻ യാത്ര ചെയ്യേണ്ടിയിരുന്ന, താൻ സഞ്ചരിക്കേണ്ടിയിരുന്ന കപ്പൽ, അതിൻ്റെ അകത്തളത്തിൽ ഉണ്ടായിരുന്ന കപ്പൽ യാത്രക്കാരോടൊത്ത് അതേ സമുദ്രത്തിന്റെ ആഴത്തിൽ ആണ്ടുപോയി. ഇന്നും ആ യാത്രക്കാരും കപ്പലും എവിടെയെന്ന് അറിയത്തില്ലാത്ത നിലവാരത്തിൽ അതെന്നേക്കുമായി സമുദ്രത്തിൽ ആണ്ടുപോയി. തനിക്ക് ദുഃഖമുണ്ടായി, എങ്കിലും താൻ ദൈവത്തിന് നന്ദി പറയുവാനായിട്ട് ഇടയായി തീർന്നു. എന്തിനാണ്? താൻ യാത്ര ചെയ്യേണ്ടിയിരുന്ന ആ കപ്പൽ, താൻ അകപ്പെടേണ്ടിയിരുന്ന അനർത്ഥത്തിൽ നിന്നും വഴിതിരിച്ചു വിട്ട ദൈവത്തെ താന് നന്ദിയോടെ ഓർക്കുവാനായിട്ട് ഇടയായി തീർന്ന, ദൈവത്തിന് നന്ദി പറയുവാനായിട്ട് ഇടയായി തീർന്നു. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ യഹോവയ്ക്കുള്ളതാകും. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് വേദനാജനകമായ ചില അനുഭവങ്ങളിലൂടെ നിങ്ങൾ പോയിട്ടുണ്ട്. നിങ്ങളുടെ പ്രതീക്ഷകൾക്ക് വിപരീതമായി കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ലഭിക്കേണ്ടിയിരുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ കരത്തിൽ വരേണ്ടിയിരുന്ന നന്മ ആ ലഭിക്കേണ്ട സമയത്ത്, അല്ലെങ്കിൽ കയ്യിൽ വന്നു ചേരുമെന്ന് നിങ്ങൾ നനച്ച സമയത്ത് അത് മാറിപ്പോയിട്ടുണ്ട്. എന്നാൽ ബൈബിൾ പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. അപ്പോൾ ഇന്ന് തിന്മയെന്ന് തോന്നുന്ന പലതും നാളുകളിൽ നന്മയാക്കി മാറ്റാൻ നമ്മുടെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് അത് വിഷമകരമെന്ന് ചിന്തിക്കുന്ന, നിരാശയെന്ന് നാം ചിന്തിക്കുന്ന, വേദനയെന്ന് നാം ചിന്തിക്കുന്ന ആ വിഷയത്തിൻ്റെ അകത്ത് പോലും നന്മയെ ഉളവാക്കാൻ യേശു കർത്താവ് മതിയായവനാണ്. അതുകൊണ്ട് ആ കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട്, ആശ്രയിച്ചുകൊണ്ട്, സാഹചര്യങ്ങളിൽ പതറാതെ ധൈര്യത്തോടെ മുന്നോട്ട് പോകാം. കർത്താവ് നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് അത്ഭുതങ്ങളെ ചെയ്യുവാനായിട്ട് ഇടയായിത്തീരും. അതുകൊണ്ട് ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് ആശ്വാസമാകട്ടെ. ചില നിരാശകൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് മാറിപ്പോകട്ടെ. അതേ, കർത്താവ് വൻ കാര്യങ്ങളെ നിങ്ങൾ ചെയ്യാൻ പോകുന്നു.
അതിനായി ദൈവം എവരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.